ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ സാറ ഗ്രൂം ട്യൂബിയാണ്. അപ്പോൾ സാറിന് അറിയില്ല സംഭവം. അപ്പം എന്തായാലും വീഡിയോ നമുക്ക് കാണാം. ഇന്ന് നമ്മൾ സാറിനൊരു സർപ്രൈസ് എടുക്കാൻ പോകും. സാറ ഗ്രൂം ട്യൂബിയാണ്. അതിന് നമ്മൾ മറ്റേ ആപ്പിലുണ്ടല്ലോ, എന്തായാലും പറയാം, പ്ലാവില, അതുകൊണ്ടൊക്കെ തൊപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പം സാർക്ക് ഇതറിയില്ല കേട്ടോ. സാറ് സെറ്റല്ലേ? സാറ് ഗൂഗിൾ പേ ചെയ്യ് നോക്കട്ടെ. ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു ഇന്നലെ കൊടുത്തു അതൊക്കെ ഈ പ്ലാവില കൊണ്ടാണ് ഈർക്കിളി ഞാൻ കൊണ്ടുവന്നത്. സെറ്റാക്കണം. ആക്ക് വരും, അത് വരും. ആ, ഓന് ഗൂഗിൾ പേ ഗൂഗിൾ പേ അതെ അതെ. ബെല്ലടിച്ച് കൈ സാർ അവിടെ ഭയങ്കര ക്ലാസ്സിലാണ് കേട്ടോ. സാറൊന്നും അറിയില്ല, മതി പഠിച്ചങ്ങോട്ട് പോയി. മിസ്സേ സെറ്റല്ലേ? സാർക്ക് സംശയം പിടിക്കണാവല്ലേ? ഇതാ ഇലകളൊക്കെ കൊണ്ടുവരുന്നു, ഇലകൾ കൊണ്ടുവരുന്നു. എന്നെങ്ങാനും തുറന്നു കഴിഞ്ഞു, പക്ഷെ അത് കൂട്ടാൻ വെക്കണം. ചെരുപ്പൊക്കെ ഊരണം. ലൈറ്റ് ഇവിടെ. വേഗം. ഇതിപ്പോ മറ്റേ ഇത് കിരീടം മാത്രം ഉണ്ടാക്കാനല്ലേ ഉള്ളൂ. ഇനി ആരും കൊണ്ടുവന്നിട്ടില്ല. ചെറുതാക്കണ്ടത് ഉമ്മന്റെ ചൂലുമെന്ന് വലുത് വേണ്ട, കുഞ്ഞത് വെച്ചിട്ട് ഇങ്ങനത്തെ സൈസ് നോക്കിയിട്ടേ. ഇത്ര വലുതില്ലേ? അങ്ങനെ കിരീടം സെറ്റായി. ഇതാ മറ്റേ ഇങ്ങനെ സൈഡിൽ കൂടെ ഇടൂലേ, അതിനില്ല ഉണ്ടാവും. വൈറ്റ്നർ വെച്ചിട്ട് ഉണ്ടാവും. ഒരു മിസ്സിന്റെ കയ്യില് വേണ്ടതാണത്. അത് മതി. നമ്മള് വൈറ്റ്നർ അടിച്ചിട്ട് തരാം. അപ്പോൾ വൈറ്റ്നർ അടിക്കാൻ പോകുക. ബെൽറ്റൊക്കെ സെറ്റായി. കിരീടമുള്ള രാജാവ്. അനക്കുണ്ടാവുമല്ലോ, ഇജ്ജ് വരക്കണ ആളല്ലേ. വരക്കണവർക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവും. അങ്ങനൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനൊക്കെ ഒരു കഴിവുണ്ട്. നമുക്ക് പിന്നെ അങ്ങനത്തെ കഴിവൊന്നുമില്ല. കൊളായാലും നെക്കി പിടിച്ച് അപ്പളാ വരിക. ഇതെങ്ങനെ എഴുതാൻ വെക്കൂലടി, കാരണം ഇലല്ലേ കീറാണ്. അത് പെയിന്റ് ആണ്, ആ അക്രലിക്കിന്റെ ഒരു പെയിന്റ് നമ്മൾ അതിനും പോകുമ്പോ സാർക്ക് നല്ല ഡൗട്ട് ഇടും കേട്ടോ. കുറെ നേരമായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അത് മതി, എരപ്പായാലും കുഴപ്പമില്ല, പേര് കണ്ടാൽ മതി. മിസ്സിനോട് എഴുതിപ്പിച്ചിക്കോളി. എന്നാ മിസ് എഴുതിക്കോളെ. നമ്മൾ ഗ്രൂം ട്യൂബിൽ നിന്ന് എഴുതുന്നടി. ഇത് വരുന്നില്ല. നീ കൊള്ളാം. ഗൈസ്, കേക്കെത്തി. ഇത് കിട്ടിയോ? അത് പൊട്ടിച്ചറിയണോ പിടിച്ചാൽ മതി. പിന്നെ കേക്കിന് 170.
എന്താ എഴുതിയിട്ടില്ല? എല്ലാരും പോകാനോ അപ്പൊ കൊറേ പോകാൻ നമ്മളെ കാത്തിട്ടാണ് പോകാൻ. ചൂടാവല്ലേ? എന്നാലും പേര് എഴുതിയേനി ടൈമേ. പേര് എഴുതാത്ത കേക്കും കൊണ്ട് വന്നിട്ട്. ഹലോ, എത്ര ഉണ്ടാക്കിയേ? രണ്ടിന്റെ പേരുണ്ട്. സെറ്റ് സെറ്റ്. ഹലോ, എല്ലാവരും വരാൻ പറയട്ടോ. സെറ്റാണെങ്കിൽ സാറ് വന്നു പിടിച്ചത് ഓരോരുത്തർക്ക് കൊടുത്തുക്കോ. ഇത് നമുക്ക് അറിയാനില്ലത്. ആരാണ് അത് പൊട്ടിച്ചണേ? ആരാ പൊട്ടിച്ചണേ? പൊട്ടിയാ മതി കേട്ടോ, പൊട്ടിയാ മതി. പൊട്ടണേ. ഞാൻ പൊട്ടിച്ചില്ല, എനിക്കറിയില്ല. എനിക്കറിയില്ല. പൊട്ടാതെ എന്നാലേ ഞാൻ ബീജം ഇട്ട് വരുന്നുണ്ടോ? ബ്ലോഗർ മോസിനയോടൊപ്പം അല്ല, പൊട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കേക്ക് ഇഷ്ടല്ല, അപ്പൊ ഞാൻ ചെറിയ മാത്രം തിന്നോളേ. ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കണേ. എന്റെ കേക്ക് ഞാൻ മുറിച്ചിട്ട് എല്ലാവർക്കും കുറച്ച് തരണ്ട്. എല്ലാരും വന്നിട്ട് സാറ് വിളിച്ചാൽ മതിയേ. പോയാ മതിട്ടോ. സാറിനെ വെയിറ്റ് ചെയ്യാണ്. ക്യാമറമാൻ മാറിയിട്ടുണ്ട്, ഇവനാണ്. സാറിനെ കാത്തിരിക്കുകയാണ് കേട്ടോ. എല്ലാരും അറിയണം കേട്ടോ. കിട്ടുന്നില്ല. സാറ് വരുന്നുണ്ടോ? സാറ് വരുന്നുണ്ടോ? സ്പോട്ടിൽ പൊട്ടിക്കണേ. ഹലോ, സാറും കൂടി സാറ് കാത്തിക്കാണ്. സാറ് തെറ്റൊരു എക്സ്പ്രഷൻ ഇല്ലാതെ. ഇതെന്ത് മരമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്. അപ്പൊ നാട്ടുകാർക്ക് മൊത്തം ഗ്രൂം ടു ബി. അല്ല, നിന്നോട്ടെ. മുകളിലേക്ക് മാങ്ങവറി, താഴേക്ക് ചെളി. മാങ്ങവറി ഉണ്ടാക്കിയത് ഡബിള്. മൈ ഗോഡ്.
സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. ബെൽറ്റ് പൊട്ടി. പേര് ഇതാ നേരം കിട്ടില്ല സാറേ. അപ്പോൾ ഇതാക്കിയൊരു സർപ്രൈസ് ഒന്നും എല്ലാവർക്കും താങ്ക് യു. ആരതിന്റെ പിന്നിലൊന്നും അറിയില്ല. ഒക്കെ ഓക്കെ. സ്റ്റുഡൻസ് തന്നെയാണോ? അതെ അതെ. ഓക്കെ. പാടുക. കേക്ക് പാകം വെക്കലാണ് കേട്ടോ. ഇനി അതിനുള്ളടി. സാറിന് സംശയം ഉണ്ടേനോ? സംശയം ഇടുങ്ങീനോ? ഒരാഴ്ച ഇതിന്റെ പിന്നിലാണ്. എടുത്തോൽക്ക് ഇനി എടുക്കാൻ പറ്റും. ആ ചൂല് വരട്ടെ. ഉണ്ടോ? സാറ് ഗ്രൂം ട്യൂബിയാണ്. സാറ് അടിച്ചു തരണോ? അവസാനം ഗൈസ്, ഇതാണ് അവസാനം നമ്മളെ പണി. ചൂലുമായിട്ടാണ് ഗൈസ് പോണത്. പാവമാണ് ഗൈസ്. പരിപാടി നടത്തിയതും പോരാ. ഞാൻ അടുക്കൂട്ടമ്പാളം എടുത്ത് കാണണ്ടെന്ന് വാരിക്കളാം. അപ്പൊ ഇതാക്കട് റൂമൊക്കെ വൃത്തിയാക്കിട്ടാ പോണത്. ഇപ്പൊ ഗൈസ് ഇതോടെ നമ്മളെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.